നമുക്കിനി ഇന്ന് വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വടക്കൻ ഷോയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വടക്കൻ ജില്ലകളിൽ കണ്ടത്. കണ്ണൂരിൽ തുടങ്ങി കോഴിക്കോട്ടെ പല മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ കണ്ടു. കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരേപോലെ CPM-നെയും BJP-യെയും കടന്നാക്രമിക്കും നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ നരേന്ദ്രമോദി കിടക്കാൻ പറഞ്ഞാൽ കിടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. പിണറായി ഇന്നടക്കം CPM-നെയും പിണറായിയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പിന്നീട് പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും നാദാപുരത്തുമൊക്കെ റോഡ് ഷോ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം എത്ര കണ്ട് മലബാറിൽ UDF-ന് വലിയ ആത്മവിശ്വാസവും ആവേശവും ഉണ്ടാക്കി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് നമ്മൾ. മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ചേരും കോഴിക്കോട്ട് നിന്ന്. അസ്ലം, ഇന്നിപ്പോൾ കണ്ണൂരിൽ ഈ പറഞ്ഞതുപോലെ LDF-നെയും NDA-യും കടന്നാക്രമിച്ചുകൊണ്ടുള്ളൊരു പ്രസംഗം, അത് കഴിഞ്ഞ് UDF ക്യാമ്പിനെ വലിയ തോതിൽ ഇളക്കി മറിച്ച് അവർക്ക് വലിയ ആവേശം വിതറിക്കൊണ്ടുള്ള റോഡ് ഷോ. അപ്പോൾ രാഹുലിൻ്റെ ഇന്ന് അദ്ദേഹം പിന്നിട്ട വഴികൾ എത്ര വലിയ ഊർജവും ആവേശവുമാണ് UDF പ്രവർത്തകർ നൽകിയത്? രാഹുൽ ഗാന്ധിയുടെ വടക്കൻ മേഖല പര്യടനം തീർച്ചയായും UDF ക്യാമ്പിനെ വലിയ ആവേശത്തിലാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്ന് കൊയിലാണ്ടി, നമ്മൾ നിൽക്കുന്ന കൊയിലാണ്ടിന് അല്പസമയം മുമ്പാണ് ഇവിടുത്തെ റോഡ് ഷോ സമാപിച്ച് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം 20 വർഷമായി MLA ഇല്ലായിരിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ അത് മറികടക്കുന്ന രീതിയിൽ ഒന്നിലധികം MLA-മാരെ എന്തായാലും ഉണ്ടാക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നതാണ്. അത് അത്തരത്തിലുള്ള വലിയൊരു ആവേശം പകരുന്ന രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അതിനൊക്കെ തന്നെയും ആവേശത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് കൊയിലാണ്ടിയിൽ അല്പസമയം റോഡ് ഷോ നടന്നതിന് മുമ്പ് ബാലുശ്ശേരിയിൽ പോയിരുന്നു. അതോടൊപ്പം തന്നെ നന്മണ്ട അല്ലെങ്കിൽ എലത്തൂർ ഭാഗത്ത് പോയിരുന്നു, പേരാമ്പ്രയിലുണ്ടായിരുന്നു, നാദാപുരത്തുണ്ടായിരുന്നു. അതായത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഒരു പുള്ളുകൂടി നൽകുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ വെച്ചത്. ഒന്ന്, ആവേശം പരിപാടികളിൽ രാഹുലിന്റെ സാന്നിധ്യം ആവശ്യം നൽകിയെന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, UDF-നെ സംബന്ധിച്ചോളം അതിന്റെ അജണ്ടകൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ അജണ്ടകളെ വളരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞ. നേരത്തെ ശബരിമലയുടെ കാര്യം പറഞ്ഞു. ഒരുപക്ഷെ CPM മറക്കാൻ ഇഷ്ടപ്പെട്ട ശബരിമല ഒന്നുകൂടി ഉയർത്തിയത് മാത്രമല്ല, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലേക്ക് അതിലൂടെ CPM-നെയും BJP-യും കൂടി ലക്ഷ്യമിടുകയാണ് ശരിക്കും രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. മോദിയെ ഒന്ന് കൃത്യമായി തന്നെ വിമർശിക്കുന്നതിന് ദേശീയതലത്തിൽ നയങ്ങളെ, അന്തർദേശീയതലത്തിൽ നയങ്ങളെ അമേരിക്ക മുന്നിൽ വഴങ്ങുന്ന മോദിയെ തന്നെ കൃത്യമായി വിമർശിക്കുന്നതോടൊപ്പം തന്നെ മോദിക്ക് മുന്നിൽ വഴങ്ങുന്ന ആളാണ് പിണറായി എന്ന് പറഞ്ഞു വെക്കുക വഴി മാത്രമല്ല ഈ ശബരിമല കൊള്ളയിലടക്കം പിണറായി സംരക്ഷിക്കുന്ന നിലപാടാണ് മോദി എടുക്കുന്ന. ഒരു വാക്ക് പോലും എപ്പോഴും ക്ഷേത്രങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുന്ന മോദി കേരളത്തിലെ പ്രചരണത്തിൽ വന്നിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല എന്നൊക്കെ ആക്രമിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ശബരിമല വിഷയവും അതോടൊപ്പം തന്നെ CPM-ഉം BJP-യുമാണ് അന്തർധാരയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണം കൂടിയാണ് നടത്തുന്നത്. നമ്മൾ നാദാപുരത്ത് വലിയ തോതിൽ ആളുകൾ, നമുക്ക് നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങളിലെ ആളുകളാണ് അവിടെ എത്തിയത്. വലിയ തോതിൽ ആളുകളുണ്ടായിരുന്നു. പേരാമ്പ്രയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നിടത്ത് അവിടെയും വലിയ തോതിൽ ആളുണ്ടായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അവർ നൽകുന്ന വാഗ്ദാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബസ്സിൽ യാത്രയായിരുന്നു ശരിക്കും ബാലുശ്ശേരിയിലും എലത്തൂരിലും നടത്തിയത്. കൊയിലാണ്ടിയിലാണെങ്കിൽ അവർ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മത്സരിക്കുന്ന, വലിയ പ്രതീക്ഷയോട് മത്സരിക്കുന്ന സ്ഥലത്ത് വലിയൊരു റോഡ്, ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ റോഡ് ഷോ ആണ് നടത്തിയത്. അങ്ങനെ ഒന്ന് പ്രചരണപരമായി കൃത്യമായ ആംഗിളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് CPM-നെ അതോടൊപ്പം BJP-യെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള കൃത്യമായ ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും UDF നേതാക്കൾക്കും അവരുടെ ക്യാമ്പിന് വലിയ ആവേശം പകരുന്ന രീതിയിലുള്ള പരിപാടികളുമായാണ് മുന്നോട്ട് പോയത്. എന്തായാലും കൃത്യമായ ആക്രമണം അതോടൊപ്പം തന്നെ ആവേശം പകരുന്ന പരിപാടികളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് കണ്ണൂരിൽ നിന്നാണ് തുടങ്ങിയത്. കണ്ണൂരിൽ കൃത്യമായി തന്നെ അവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്ന രീതിയിലുള്ള വലിയ റാലിയാണ് നടത്തിയത്. അതിലാണ് മോദിയെ കൃത്യമായി പിന്നെ അദ്ദേഹം ആക്രമിച്ചത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ശബരിമലയും അതോടൊപ്പം തന്നെ പിണറായി ആക്രമണം എല്ലാം മുന്നിൽ വെച്ചുകൊണ്ടുള്ള കൃത്യമായ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു. എന്തായാലും UDF ക്യാമ്പ് പ്രത്യേകിച്ച് മലബാറിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ വിജയിക്കുന്ന ആഗ്രഹിക്കുന്ന മലബാറിൽ കുറച്ചുകൂടി ഒരുപക്ഷെ ആവേശം പകരുന്നതായിരുന്നല്ലോ. അവസാന ദിവസങ്ങളിലെ പ്രചരണ പരിപാടികളിലേക്ക് കടക്കിയാണ് KC വേണുഗോപാൽ നാളെ കുറ്റ്യാടിയിലും പിന്നെ കൊയിലാണ്ടിയിലൊക്കെ തന്നെയും മറ്റു റാലി റോഡ് ഷോകളും മറ്റുമൊക്കെ നടത്തുന്നത്. ആ അർത്ഥത്തിൽ അവസാന ദിവസത്തിൽ പ്രചരണം കൊഴുപ്പിക്കാനുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ്, നീക്കത്തിൽ തന്നെയാണ് UDF ഉള്ളത്. യെസ്, എന്തായാലും UDF ക്യാമ്പിൽ വലിയ ആവേശം വിതറിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വടക്കൻ മേഖല പര്യടനം ഇന്നത്തെ ദിവസം പൂർത്തിയാക്കിയത്. മുഹമ്മദ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.